ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ കോഴിക്കോട്ടിലേക്കല്ല, കോഴിക്കോട് വരെ പോവുകയാണ്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണേ. നമ്മൾ പോകുന്നത് ട്രെയിനിലാണ് കേട്ടോ. രാവിലെ നേരത്തെ തന്നെ ട്രെയിനിൽ പോകുന്നുണ്ട്. കാരണം നമുക്കവിടെ ഒരു 9 മണിയാവുമ്പോഴേക്കും നമുക്കവിടെ എത്തണം കേട്ടോ. അതുകൊണ്ട് ഞാൻ നേരത്തെ, എനിക്കാണെങ്കിൽ പിന്നെ 2 അടി വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനായി. ഉണ്ണി, പിന്നെ അതിലുള്ളത് എൻ്റെ അനിയത്തി, പിന്നെ ഉള്ളത് മാമാടെ ഒരു മോന്. ഞാൻ ഷോർട്സിലൊക്കെ കണ്ടിട്ട് ചെറിയ മോനാണത്, മൂന്നാമത്തെ. ആ മാമാക്ക് 3 ആൺകുട്ടികളാണ് കേട്ടോ. ഇത് വീഡിയോ എടുക്കണേന് മുഖം പൊത്തിയിരിക്കുകയാണ്, എടുക്കണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പോയി. ഒരു 7 മണി ആ സമയത്തായിരുന്നു ട്രെയിൻ. 7:05. ചിലപ്പോൾ നേരത്തെ വരും, ചിലപ്പോൾ നേരമായിട്ട് വരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ട്രെയിനിൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോണത് കേട്ടോ. ഞാൻ അവളുണ്ടെയും കൂടി ആദ്യമായിട്ടാണ് ട്രെയിനിൽ ഒറ്റയ്ക്ക് പോണത്. സാധാരണ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കൂടെ. ഞാൻ ഹോസ്പിറ്റലിലേക്ക് മാത്രമേ ട്രെയിനിൽ പോയിട്ടുള്ളൂ. അതൊക്കെ ബുക്ക് രാവിലെ കയറി കിടക്കും, വൈകുന്നേരം ആകുമ്പോൾ അവിടെ എത്തും. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാകെ പേടിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. എവിടെ കയറുന്നതാ, പിന്നെ ജനറൽ അങ്ങനെ എന്തോ ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കയറായിരുന്നു കേട്ടോ. ഇത് അവിടെ എത്തിയപ്പോൾ അമ്മാടെ മോൻ അവിടെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. അവൻ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവനവിടെ പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ചെറുതില്ല, ഞാൻ പറഞ്ഞില്ല, ഇവൻ്റെ ഏട്ടനാണത്. അങ്ങനെ നമ്മൾ മസാല ദോശ ഉണ്ടോ ഞാൻ പറഞ്ഞത്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് സത്യം പറഞ്ഞാൽ മസാല ദോശ ഒക്കെ തിന്നണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 പേര് തന്നെയാണ് പറഞ്ഞത്. ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അവന് പിന്നെ അവിടുത്തെ എല്ലാ ഹോട്ടൽസും എല്ലാതും അവനക്ക് അറിയണമുണ്ട്. നല്ല ഇതിലേക്ക് തന്നെ നമ്മൾ പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പേര് ഫുഡൊക്കെ കഴിച്ചു. ഞാനൊരു ഇത് കണ്ടിട്ട് കേസരി വേണമെന്ന് പറഞ്ഞ് മേടിച്ചു കേട്ടോ. നോക്കുമ്പോൾ ഒടുക്കത്തെ മധുരം, നമുക്കത് കഴിക്കാൻ പോലും പറ്റില്ല, അങ്ങനത്തെ മധുരമായിരുന്നു കേട്ടോ. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് റൂം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ എന്തിനാണ് വന്നതെന്നൊന്നും പറഞ്ഞില്ല അല്ലേ. എന്താ സംഭവം എന്ന് വെച്ചാൽ, അവൾക്ക് അനിയത്തിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കോഴിക്കോടാണ് അവൾക്ക് ഇത് കിട്ടിയത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് തൊട്ടടുത്ത് തന്നെ റൂം എടുക്കുക. നമ്മൾ അന്ന് വരാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അവൾ എക്സാം കഴിഞ്ഞ് അവൾ ഇറങ്ങുമ്പോൾ നല്ല സമയമെടുക്കും. എനിക്ക് ഒറ്റയിൽ വോയിസ് പറയുമ്പോൾ എൻ്റെ വോയിസ് ചെറുതായിട്ടൊരിത് വരും കേട്ടോ. അതാണ് ഈ സൗണ്ട് ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ട് അവൾ എക്സാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ 6 മണി 6 സമയമാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ സമയത്ത് തിരിച്ച് പോകാം. ട്രെയിൻ എന്തായാലും കിട്ടില്ല. ട്രെയിൻ കിട്ടും, പക്ഷേ എനിക്ക് ആ സീറ്റൊന്നും കിട്ടില്ല. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതെങ്ങനെയാണ് സംഭവം എന്നൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ആകെ ബുദ്ധിമുട്ടാവും തിരിച്ച് പോകുമ്പോൾ. എനിക്ക് നിൽക്കാൻ കാര്യങ്ങൾ അങ്ങനെയൊന്നും പറ്റില്ല. വരുമ്പോൾ തന്നെ നമുക്ക് സീറ്റ് കിട്ടുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ആ ട്രെയിനിൽ വന്നത്. ഞാൻ വരുന്നല്ല, എൻ്റെ ബ്രദർ പോകുന്ന വിചാരിച്ച് പെട്ടെന്ന് അവർക്ക് പോകാൻ പറ്റാതായതുകൊണ്ടാണ് ഞാൻ പോയത്. അങ്ങനെ തന്നെയാണ് മാമാടെ ഉണ്ണീനെ എൻ്റെ തുണയ്ക്കാണ് അവരെ കൊണ്ടുപോയി. റൂം എടുത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ. അപ്പോൾ ഞാൻ എൻ്റെ തുണയ്ക്കാണ് അവൻ്റെ ക്ലാസ്സും കളഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയത് കേട്ടോ. റൂമിലെത്തി അവൾ എക്സാമിന് കയറി. അവളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ രാവിലെ ദോശ കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ദോശ കഴിച്ചിട്ട് അവൾ നേരെ എക്സാമിന് കയറി കേട്ടോ. അപ്പം എനിക്ക് ഉച്ചയ്ക്ക് മെഡിസിൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഫുഡ് മേടിച്ചത്. 4 ആൾക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടായിരുന്നു. ഞാനുണ്ടെയും കൂടിയിട്ട് ഫുഡ് ഇരുന്ന് കഴിച്ചു. ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ കഴിച്ചു. ബാക്കി ഞങ്ങൾ അവൾക്ക് എടുത്തു വെച്ചു. പക്ഷെ അത് വൈകുന്നേരം ആകുമ്പോഴത്തേനും അവൾക്ക് വന്നിട്ടൊന്നും കഴിക്കാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് അവൾ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിൽ പോയി. ഞാൻ വന്നത് വേറെ ഉദ്ദേശമാണ്, ബീച്ച് കാണാമല്ലോ. പിന്നെ കുറേ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ. നമ്മൾ കോഴിക്കോട്ടേക്ക് വേറെ ഫുഡുകൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറേ മന്തി, ബിരിയാണി, അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമല്ല, സാധാ നോർമലായിട്ടുള്ള സാധനങ്ങൾ. ഉപ്പിലിട്ടാണ് മെയിനായിട്ട് എനിക്ക് വേണ്ടത്. പിന്നെ ഒരു ഡെസേർട്ട് കാര്യങ്ങളൊക്കെ, അതൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇവറ്റക്ക് ഇതിൽ കയറണമെന്ന് ആഗ്രഹം. ഞാൻ കയറുന്നില്ല, അവർ കയറി. എത്ര 80 രൂപ എത്ര കൊണ്ട് ചാർജ് വരും. അവർ കയറി കേട്ടോ. ഞാൻ ഒരു ദിവസം അതുപോലെ ഇപ്പോഴും നല്ല ഒരു 3-4 വർഷം മുന്നേ കയറിയിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതല്ല, വേറൊരു റൈഡായിരുന്നു കേട്ടോ. അതിൽ കയറി നോക്കുമ്പോൾ ഇറങ്ങി, പക്ഷെ ഒരു കീമോ കഴിഞ്ഞ് ഇറങ്ങിയ ഒരു ഇതായിരുന്നു എനിക്ക് തോന്നിയത്. 2 ദിവസം കിടപ്പായിരുന്നു, വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ അവരിതിൽ കയറി. ഉണ്ണി പിന്നെ ഇടയ്ക്കിടയ്ക്ക് കയറാറുള്ളതാട്ടോ. ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നു അവളങ്ങനെ കയറാറൊന്നും ഇല്ല. അവൾ ആദ്യമായിട്ടാണ്, അല്ല ആദ്യമായിട്ടല്ല, 2ാമത്തെ വട്ടം എന്താണ് ആകെ പേടിച്ച് പറിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ അത് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ സിമ്പിളായിട്ടിരുന്നു. ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഫുള്ളായിട്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ ഇത് 1-1.5 മണിക്കൂർ എടുക്കുക. അപ്പോൾ ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ ഞാനതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി പോയിട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കുറച്ചല്ലേ കഴിച്ചുള്ളൂ. പിന്നെ മെയിനായിട്ട്
നമ്മൾ വന്നിരിക്കുന്നതിനാണല്ലോ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ ഇത് തിന്നണേന് ആരൊന്നും പറയണ്ട. കാരണം എന്താ വെച്ചാൽ ഞാനെല്ലാം കഴിക്കുന്നത് കാണിക്കെങ്കിലും ജസ്റ്റ് എടുക്കണത് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. ഫുള്ളായിട്ടൊന്നും ഇരുന്ന് കഴിക്കില്ല. കാടമുട്ട, പിന്നെ അത് കൂന്തൾ നിറച്ചത്, അതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റീൽസിൽ കാണാല്ലാണ്ട് ഞാൻ നേരിട്ട് കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കോഴിക്കോട് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതാണ്. പിന്നെ ഒറ്റയ്ക്കാന്നോടിയും പറയണ്ട. ഇത് മറ്റേ ദിക്കാനെ കൂട്ടിയിട്ടാണ് വരുന്നത് വെച്ചാൽ അതിൻ്റെ അടുത്ത് പോലെ അടുപ്പിക്കില്ല, പാടില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇതാക്കണുള്ളൂ കേട്ടോ. ഇത് പിന്നെ നമ്മുടെ ഐശ്വരതി, ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ കുറേ ഒരു 4-5 കൊല്ലം മുന്നൊരു വട്ടം കോഴിക്കോട്ടേക്ക് ഒരു പള്ളിയിലേക്ക് വന്നപ്പോൾ അങ്ങനെ നേരെ വന്നിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അന്ന് കഴിച്ച ആ ഒരു ടേസ്റ്റ് ഇന്നില്ല കേട്ടോ. ഇത് വെള്ളമൊരതി പോലെയാണ് എനിക്ക് തോന്നിയത്, ഐശ്വരതി അല്ല. വെള്ളത്തിലെന്തോ കലക്കി തന്ന പോലെയാണ് എനിക്ക് ആ ഒരു ഇത് നിൽക്കണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് കഴിച്ചത് ആ ഒരു തിക്നെസ്സിൽ തന്നെ ആ ഒരു ഐസും കാര്യങ്ങളും നിന്നിട്ട് അതിലൊഴിച്ച കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റിൽ അന്ന് കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് വലിയൊരു ഇത് തോന്നിയില്ല. പിന്നെ എക്സ്പ്രഷനൊക്കെ ഇട്ട് വെതറാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അതെൻ്റെ ഷോർട്സിലുണ്ട്, ഇതിലില്ല. അങ്ങനെ അതൊക്കെ കഴിച്ചു ഞങ്ങൾ. ഞാനവിടെ ഇരുന്ന് ഓളിടാണ്, ഹലോ ഗായ്സ്. അപ്പം എൻ്റെ ഉണ്ണി പറയണം മിണ്ടാതിരിക്കുക, ഐശ്വരതി അല്ല ഐസ് വെള്ളമാണെന്നാണ് അവർ ബാക്കിൽ നിന്നിട്ട് പറയണത് കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ നിന്നു. വൈകുന്നേരം ഒരു 6:30-7 മണി 6:45 ആയി ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ റീൽസിലും ഇതിലൊക്കെ കാണുന്ന പോലെ അത്രയ്ക്ക് തിരക്ക് കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല, ഭയങ്കര തിരക്ക്, കാരണം ഇട ദിവസമാണല്ലോ, അതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഒട്ടകത്തിനെ ഞാൻ ആദ്യമായിട്ടാണ്, കുതിരകളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒട്ടകത്തിൻ്റെ ഇത് ആദ്യമായിട്ടാണ്. ഇതിൻ്റെ മുഖം എന്തുകൊണ്ടാണ് ഇങ്ങനെ കെട്ടി വെച്ചേക്കണമെന്ന് അറിയില്ല കേട്ടോ. ഞാൻ അവളും കൂടി ഒന്ന് കയറിയായിരുന്നു അതിൻ്റെ മുകളിൽ. എനിക്ക് നല്ല പേടിണ്ടായിരുന്നു. എനിക്ക് എന്തൊരു കാര്യത്തിലും ഇവൾ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാനൊന്നും നോക്കില്ല. എനിക്ക് എല്ലാ കാര്യത്തിലും അവൾ കൂടെ വേണം എന്നുള്ളൊരിതാണ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതുകൊണ്ട് അവളാണ് അവിടെ തന്നെ നോക്കിയിരുന്നത്. അപ്പോൾ ഏതൊരു കാര്യത്തിലും അവളുണ്ടെങ്കിൽ എന്തൊരു ബലം എന്ന് പറയില്ലേ, ആ ഒരു ഇതാണ് എനിക്ക് അവളുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ എങ്ങോട്ട് പോകണമെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോകും. ഇപ്പോൾ അവൾ ജോലിക്കൊക്കെ പോകണതുകൊണ്ട് എനിക്ക് എങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങനെ ഇപ്പോൾ ലീവ് നോക്കണം, അങ്ങനെ ഒരു ഇതുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറിയപ്പോൾ എനിക്ക് നല്ലൊരു പണി കിട്ടി. കാല് ജസ്റ്റ് ഒന്ന് എടുത്തവൻ്റെ മേലേക്ക് വെച്ചപ്പോൾ കാല് ചെറുതായിട്ടൊന്ന് എന്താ പറയുക, ലോക്കായെന്നൊക്കെ പറയില്ലേ, നമ്മുടെ എല്ല് തൊടയുടെ അവിടുത്തെ എല്ലിട്ടാത്ത. കുതിരയല്ല ഒട്ടകമായതുകൊണ്ട് നിൽക്കാൻ പറയാൻ പറ്റില്ലല്ലോ. വണ്ടിയാണെങ്കിൽ അപ്പം നിർത്തായിരുന്നു. എനിക്കൊന്ന് 2 വട്ടം അങ്ങനെ വണ്ടിയിൽ കയറുമ്പോണ്ടായി, ചെറിയ രീതിയിൽ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് ആ വേദന ഞാനൊരു 4-5 ദിവസം ഞാനത് കൊണ്ട് നടന്നിട്ടാണ് മാറിയത്. ഇതാണ് ഇതിൽ കാണുന്ന പോലെയല്ല, നല്ല രീതിയിൽ അങ്ങോട്ട് ഇങ്ങനെ എന്താ പറയുക, ഇളകില്ല, അങ്ങനെ ആയിരുന്നു കേട്ടോ ഇത്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. അധിക ദൂരം പോകണ്ടെന്ന് പറഞ്ഞു. എനിക്ക് കാല് ഇതായതുകൊണ്ട് ഞാൻ വേഗം തിരിച്ചു വന്നു കേട്ടോ. അല്ലെങ്കിൽ അത് അതിലിരിക്കും തോറും എനിക്ക് നല്ല പണി കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം തിരിച്ചു വന്നിട്ട് ഉണ്ണി ബീച്ചിൽ കളിക്കാൻ പോയി. ഞാനിതാ ഈ ഉപ്പിലിട്ടത്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉപ്പിലിട്ടത്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ഓരോന്ന് വെച്ച് മേടിച്ചു. പക്ഷേ മേടിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. പിന്നെ അവർ മുളക് പൊടി, നമ്മളവിടെയൊക്കെ ഒരു മുളക് പൊടി ഉപ്പ് അതൊക്കെ ഇട്ടിട്ടല്ലേ തരാറ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേക തരം ഒരിതാണ് ഇവരിതിൽ ഒഴിക്കണം കേട്ടോ. വെച്ചാൽ മിക്സില്ലേ, എനിക്ക് തോന്നുന്നു ഇഞ്ചമ്പുളിയില്ലേ, പുളിയിഞ്ചി, അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് എനിക്ക് വന്നു കേട്ടോ. അപ്പോൾ അത് ഇവർ മിക്സ് ചെയ്തിട്ടത് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ തിന്നാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനിത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് ഞാൻ 1-2 വട്ടം അല്ല, ഒരു കടി ഈ ക്യാരറ്റ് ഒരൊറ്റ പീസ് ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഞാൻ കഴിച്ചത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്കത് കഴിച്ചൊരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് നെഞ്ചൊക്കെ ഇങ്ങനെ എരിയാൻ തുടങ്ങി. ഞാൻ ഈ നക്കണത് മറ്റേതാണ് കേട്ടോ, എന്താ പറയുക, പുളി ഇഞ്ചിയുടെ സാധനമല്ലേ അവർ ഒഴിക്കണ ഒരു ഇത്, അച്ചാർ പോലത്തെ അത് കേട്ടോ. അത് കഴിച്ചപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര നെഞ്ചരിച്ചിൽ പോലെ അവരെന്തോ വേറെന്തോ ചേർക്കിട്ട് തോന്നുന്നു. അപ്പോഴാണ് ഞാൻ മാമാടെ മോനെ പറഞ്ഞപ്പോഴാണ് അവൻ എന്നോട് പറഞ്ഞത്, ബീച്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനത്തെ ഒന്നും മേടിക്കുക, ഇത് പുറത്ത് നിന്ന് മേടിച്ചോ. സാധാരണ ആൾക്കാർക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷേ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം വേഗം റിയാക്റ്റീവ്, എന്ത് ഫുഡ് എനിക്ക് പറ്റില്ല എന്നുണ്ടോ അത് വേഗം റിയാക്റ്റീവ്, വയറിന് ചിലപ്പോൾ ബുദ്ധിമുട്ട്, നെഞ്ചരിച്ചിൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരും. ജസ്റ്റ് അതുകൊണ്ട് ഞാൻ ഇനി ഉപ്പിലിട്ടത് ഇങ്ങനെ പ്രാന്തായതുകൊണ്ട് എൻ്റെ വീട്ടിലെല്ലാം ഉണ്ട്. എൻ്റെ വീട്ടിലായാലും എന്ത് കണ്ടാലും ഞാൻ ഉപ്പിലിട്ട് വയ്ക്കും. അതിനെ അറിയണവർക്കറിയാം. മാങ്ങയിലും നെല്ലിക്കയിലും പുളിയായാലും എന്ത് കണ്ടാലും ഞാൻ മേടിച്ച് ഉപ്പിലിട്ട് വയ്ക്കും. കാരണം കടയിൽ നിന്ന് മേടിച്ച് കഴിക്കലൊക്കെ മേടിച്ച് തരില്ല, അതാണ് അവർക്ക് അങ്ങനൊന്നും മേടിച്ച് തരില്ല. പിന്നെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എന്നെ പറയാത്തൊന്നും ഉണ്ടാവില്ല വേറെ കാര്യം. അതൊക്കെ എൻ്റെ അവിടെ ഒരാളിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിലോ കോഴിക്കോട് നിന്ന് എഴുതിയത് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് അതിൻ്റെ മുന്നിൽ നിറച്ച് ആൾക്കാർ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട്
അവിടെ ഒരാളിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്തെങ്കിലും കൊടുക്കാമെന്ന് വെച്ച് പോയപ്പോഴാണ് ഈ എലിക്കുട്ടികളെ കണ്ടത് കേട്ടോ. പിന്നെ ഈ ലോഡർ ഫ്രൈസ് ഇതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പോയത്. ഇത് അവിടുത്തെ സ്പോട്ട് എവിടെയെന്ന് കേരളം എവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബീച്ചൊക്കെ കാണാൻ പറ്റും. അപ്പുറത്തെ സൈഡിൽ രാത്രി ആയതുകൊണ്ടൊന്നും കാണില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നമ്മളവിടെ നിന്നൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട് കോഴിക്കോട് പോകാനുള്ള ഇതൊക്കെ ട്രൈ ചെയ്യണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് ടേസ്റ്റ് മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെറുതെ പറയല്ല. പാവം പറഞ്ഞിട്ട് ഇതൊന്നും നല്ല അടിപൊളി വേറെ ഉണ്ട്, അവിടെ കടണ്ട് ഇവിടെ കടണ്ട്. പക്ഷേ നമുക്കൊന്നും പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ രാത്രി ആവാറായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടേക്കും ട്രാവൽ ചെയ്യാനൊന്നും പറ്റില്ല. എനിക്കങ്ങനെ ഇങ്ങനെയൊന്നും നമ്മളത്രയും നേരമായത് കൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ടും അവിടുന്ന്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറയുകയാണെന്ന് വെച്ചാൽ കുറച്ച് കഴിച്ചു ഞാൻ. എന്നിട്ട് അവർക്ക് കൊടുത്തു. പിന്നെ ഞാനൊരു മൊജിറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഉപ്പ് സോഡയാണ് എപ്പോഴും കുടിക്കുക. എനിക്ക് എപ്പോഴും ഈ ഗ്യാസ്ട്രിക്കിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഗുളിക കഴിക്കാനുണ്ട്, പക്ഷേ എപ്പോഴും ഈ ഫുഡ് കഴിക്കുമ്പോൾ ഒക്കെ അങ്ങനെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ മൊജിറ്റോ, പിന്നെ ഒരു മിൻറ്റിൻ്റെ ഒരു ലൈമും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴിച്ചു. പിന്നെ അടുത്ത് ഞങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ 2 ദിവസം ഞങ്ങൾക്ക് പിറ്റേ ദിവസം പോകുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഫുഡ് അന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് പിന്നെ സൈൻലബാലിൽ പോയിട്ട് ഒരു ഡെസേർട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് പിസ്താഷ്യൂ അതിന് ന്യൂട്രല്ല അങ്ങനെ എന്തോ ഒരു ഫ്ലേവേർഡാണ് അത്. നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് ഞാൻ പറയില്ല. മധുരം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. അതേതാ ചില പിസ്താഷ്യൂടെ ഷെയ്ഡില്ലേ, അത് ഭയങ്കര ഇഷ്ടം. എനിക്ക് ചോക്ലേറ്റ് വലിയൊരു ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ. മധുരം വലുതായിട്ട് തിന്നുന്ന ഒരാളും അല്ല. ഞാൻ പറഞ്ഞില്ലേ, ട്രൈ ചെയ്യാം എല്ലാതും. ഇങ്ങനെ ടേസ്റ്റ് നോക്കുക, അത് മാത്രം. അപ്പോൾ ഇത് പിസ്താഷ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിയിൽ നിന്ന് അങ്ങോട്ട് എടുത്ത്. അപ്പോൾ അവൻ പറയേണ്ടതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം തിന്നാൻ. അവൻ അങ്ങനെ ഫ്രണ്ടിൽ ഒന്ന് പറയണ്ട കേട്ടോ. മാമയുടെ മോനെ അവൻ പറയേണ്ടത് എല്ലാം കൂടി മിക്സാക്കി തന്നാലാണ് ടേസ്റ്റ് അറിയുള്ളൂ. പക്ഷേ ഞാൻ രണ്ടും വ്യത്യാസത്തിലാണ് ഞാൻ തിന്നത്. എനിക്ക് ചോക്ലേറ്റ് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പക്ഷേ പിസ്താഷ്യൂ ടേസ്റ്റ് ഉണ്ട്, അത് ഞാൻ പറയണ്ട കേട്ടോ. കണ്ടോ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോയത് ഡെസേർട്ട് സ്റ്റോമിലേക്കാണ്. അവിടെ കണ്ടോ, ഞങ്ങൾ പോയപ്പോഴത്തേനും പകുതി മുക്കാൽ സാധനങ്ങൾ അവിടെ എത്തുമ്പോൾ ഒരു 10-10:30 ആ സമയമായിട്ടുണ്ടാവും. കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത് ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ടിരിക്കുകയാണ്. അനിയത്തിക്കാണ്, അവൾക്ക് അത് ട്രൈ ചെയ്യണം. പ്രസൻറ്റേഷനൊക്കെ വേണം എന്നൊക്കെ വിചാരിച്ച് പോയതാണ്. പക്ഷെ നോക്കുമ്പോൾ നമ്മുടെ അവർ മാംഗോയുടെ സാധനം വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അതവിടെ കഴിഞ്ഞു. എല്ലാവരും ഞാനവിടെ പോയിരുന്നിട്ട് ഒരു 3 പേരെങ്കിലും ആ മാംഗോയുടെ സാധനം ചോദിച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് സ്ട്രോബെറി അങ്ങനെ എന്തോ ആണ് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. അത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാനതുപോലെ ഒരു വൈറ്റ് എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മാംഗോയുടെ അത് കിട്ടണം, പക്ഷെ അത് ഭയങ്കര തന്നെ. നമുക്ക് വീണ്ടും പോയിട്ട് ട്രൈ ചെയ്യാമല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ കിട്ടിയതിൽ സന്തോഷിച്ചു. തിരിച്ചു പോന്നു. അന്ന് ഇങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിൽ പോയി. ഇപ്പം തന്നെ സമയം ഒരു 10-11 മണി ആ സമയം ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിൽ പോയി അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം എണീച്ചു രാവിലെ. ഇന്ന് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു ദിവസം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, 2 ദിവസം കൊണ്ടൊന്നും നമുക്ക് കോഴിക്കോട് ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. 2-3 ദിവസമൊക്കെ നിൽക്കണം. പക്ഷെ നമുക്കതൊന്നും പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ രാവിലെ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ പോയിട്ട് ചായ വെറുതെ ഉഴുന്നുവട മാത്രം ഇങ്ങനെ കഴിച്ചുള്ളൂ കേട്ടോ. വേറെ ഒന്നും അങ്ങനെ കഴിച്ചില്ല. അവിടെ നിന്ന് തന്നെ മാമാടെ മാമ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് SM സ്ട്രീറ്റിൽ പോകാനൊരു ഇതുണ്ടായിരുന്നു, പ്ലാൻ ഉണ്ടായിരുന്നു. ഇവൾക്ക് കിട്ടായിരിക്കല്ലേ, എനിക്ക് അതിനുള്ളൊക്കെ നടക്കാനുള്ള കാര്യം വെച്ചാൽ വേണ്ട എന്ന് വിചാരിച്ചു. പിന്നെ പോയത് ഓർമ്മയുള്ള കയ്യിലൊരു കെട്ട് പൈസ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ മേടിച്ചിട്ട് വരാം. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ വെയിലിൻ്റെ അതുകൊണ്ട് ഞാനൊരു ഉപ്പ് സോഡ പോയി കുടിച്ചു. മോനില്ല, ഉണ്ണി, അവൻ്റെ പേര് ഇശാം കേട്ടോ. അവനക്കുണ്ടായിരുന്നു. അവനക്ക് ഭയങ്കര തലവേദന, അത്രയും വെയിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സ്ട്രീറ്റിൽ പോയി. അവിടെ വെച്ചാൽ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് വഴികളാണ്. നമുക്ക് ഫുള്ള് കടകളോ. നമുക്ക് എന്തെങ്കിലും ഒന്ന് പേടിക്കുകയാണ്, നമ്മൾ തിരിച്ചു വരില്ല. ഈ ഒരു കുട്ടി ഇതിനെ നോക്കിയിട്ട് പേടിപ്പിക്കാൻ കേട്ടോ. നമുക്ക് പറയണമെന്നുണ്ട് വേണ്ടെന്നൊക്കെ, പക്ഷെ ഞാൻ പറയാൻ പോയില്ല. അത് വേറെ ആൾക്കാരാണെങ്കിൽ അത് നമ്മളെ വെറുതെ എന്തിനാ നമ്മൾ മറ്റുള്ള പ്രശ്നത്തിൽ ഇടപെടണില്ലേ. ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞാനിവിടെ നിന്ന് ഒരു ടോപ്പ് എടുത്തായിരുന്നു, നല്ല രസമുണ്ട്. പിന്നെ ഒരു ബോട്ടിലൊക്കെ മേടിച്ചു കേട്ടോ. അതൊക്കെ ഞാൻ എൻ്റെ ഓരോ വീഡിയോസിൽ നിങ്ങൾ ഇനി കാണും. പിന്നെ സ്ട്രോബെറി പിന്നെ ഞാൻ എവിടെ കണ്ടാലും വിടില്ല, ഞാൻ മേടിച്ചു. ഇത് പിന്നെ ചെറിയ പുളിയുണ്ടായിരുന്നു. ആളിനോട് പറയുകയാണ്, മോളെ ഒരാൾ ചെയ്താൽ മതി, 2 വട്ടം ഒന്നും ചെയ്യേണ്ടതെന്ന്. ഞാൻ വീഡിയോ എടുക്കുന്നുള്ള കാര്യം ആൾക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന്
ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ല. ഇപ്പോൾ തന്നെ സമയം ഒരു 3 മണിയാണ്. ആ സമയമൊക്കെ ആയിട്ടുണ്ടാവും. ഇല്ല 3 ആയിട്ടില്ല, 2:30 ആ സമയമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ട് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് സോഡ കുടിച്ച് അങ്ങനെ അതിനുള്ളിൽ കറങ്ങി നേരെ പോയിട്ട് നമുക്കിവിടെ സമയം പോകുന്നതേ അറിയില്ല. അങ്ങനെ നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റും. ഞാൻ പിന്നെ ചോറാണ് പറഞ്ഞത് കേട്ടോ. ഇവർ ഉണ്ണി രണ്ടാളും കൂടെ അവർ പറഞ്ഞത് ബിരിയാണി, ബീഫ് ബിരിയാണി പിന്നെ ചില്ലിയും കൂടെ. ഞാനൊരു മീൻ പൊരിച്ച് പറഞ്ഞു, പക്ഷേ വന്നത് വലിയൊരു മീനായിരുന്നു. എന്തായാലും കൊടുക്കുന്നതല്ലേ തിന്നാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിങ്ങനെ പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ ഞാനിപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ വെറും ചോറാണ് കഴിക്കുക കേട്ടോ. സാധാ ചോറാണ് കഴിക്കുക. എന്നാലേ എനിക്ക് എന്തെങ്കിലും കഴിച്ചു എന്ന് തോന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ മന്തിയോ ബിരിയാണിയോ അങ്ങനെ കുറേ ഫുഡുകൾ, എണ്ണിയാൽ തീരാത്ത അത്ര ഫുഡുകളുണ്ട് എന്ന് അവിടെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും തിന്നാൻ സമയമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഉപ്പിലിട്ടത് അങ്ങനെ ചെറിയ സാധനങ്ങളാണ് ഞാൻ കഴിക്കുള്ളൂ. അതന്നെ തിന്നാൻ പാടില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്നോട് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു ഇതിൽ എനിക്ക് തോന്നണോ അത് പറ്റില്ല. അങ്ങനെ ഒരു ഇതിൽ മാത്രമാണ് ഞാൻ അങ്ങനെ ഇതാക്കുള്ളൂ. എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ പറ്റുക. അതാണ് എൻ്റെ ഒരു ഇതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ പറ്റണം. അത് ഞാൻ ഇനി അങ്ങോട്ട് ഞാൻ ചെയ്യും. അതല്ല നമ്മൾ ശ്രദ്ധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, ശ്രദ്ധിക്കും. എന്നാലും ഞാൻ കഴിക്കും. എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ കഴിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ KSRTCയിലാണ് വീട്ടിൽ പോണത്. KSRTC ബസ് ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി. വീട്ടിലെത്തിയിട്ട് ഞാൻ നേരെ പുപ്പാടെ വണ്ടിയിലാണ് ഞങ്ങൾ വീട്ടിൽ പോകണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ബൈ.